കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ ജില്ലയാണ് എറണാകുളം ജില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും ഈ ജില്ലയിലാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ ഒരു ജില്ലയിൽ താമസിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വാഹനം നിർബന്ധമാണ്. അപ്പം ഞാനിന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂം എറണാകുളം ജില്ലക്കാരുടെ ഭാഗ്യം എന്ന് വേണം പറയാം. കാരണം ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് സെയിലിന് വെച്ചിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല വാഹനങ്ങളാണ്. എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ആദ്യം ഏത് ഷോറൂമിലാണ് നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ചേരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹ്യുണ്ടായിയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് ഷോറൂമായിട്ടുള്ള പോപ്പുലർ ഹ്യുണ്ടായിയുടെ ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണ്. ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പോരാത്തതിന് ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടാകുമോ ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന്, അതായത് പോപ്പുലർ ഹ്യുണ്ടായിയുടെ ഈ ഒരു ഓതറൈസ്ഡ് ഷോറൂമായിട്ടുള്ള ഹ്യുണ്ടായി പ്രോമിസ് ചേരനെല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അത്രയും വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. ഏകദേശം ഒരു 50ഓളം വാഹനങ്ങളെ സ്റ്റോക്ക് ഇപ്പോൾ ഈ ഷോറൂമിലുണ്ട്. എല്ലാ വാഹനങ്ങളും പരമാവധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇവർ പോപ്പുലർ ഹ്യുണ്ടായി എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. ഇവരുടെ ലിസ്റ്റിൽ എങ്ങനെ നോക്കിയാലും ഒരു 100-300ഓളം വാഹനങ്ങളെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ്. ഇപ്പോൾ ഈ ഷോറൂമിൽ ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ കൂടി ഇവരുടെ ലിസ്റ്റിൽ നിങ്ങൾ തരുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൗകര്യം ഇവിടെ ചെയ്തു തരും. പിന്നെ ഇപ്പം നമുക്ക് വാഹനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഷോറൂമിൽ സാധാരണ ഷോറൂമുകൾ അപേക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സർവീസുകൾ? നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ആണ്. ഹ്യുണ്ടായി വണ്ടികളെല്ലാം നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ 2 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൾ ഇന്ത്യയിൽ നമുക്കത് ഹ്യുണ്ടായി വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വാറണ്ടി കൊടുക്കുന്നുണ്ട്, 2 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഈ വാറണ്ടി കൊടുക്കുന്നത് ഏത് മോഡലിന് വരെയുള്ളതിനാ? വാറണ്ടി നമ്മൾ 10 വർഷമുള്ള വണ്ടികൾക്കും 7 വർഷമുള്ള വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. 10 വർഷമുള്ള വണ്ടികൾക്ക് 6 മാസം വാറണ്ടിയും 7 വർഷമുള്ള വണ്ടികൾക്ക് 1 ഇയർ വാറണ്ടിയുമാണ് കൊടുക്കുന്നത്. 1 ഇയർ വാറണ്ടി. അപ്പോൾ ഈ 6 മാസം വാറണ്ടി ഉള്ളതിന് സർവീസ് എത്ര കൊടുക്കും? 6 മാസം വാറണ്ടി ഉള്ളതിന് 1 സർവീസാണ് കൊടുക്കുന്നത്. 1 വർഷം വാറണ്ടി ഉള്ളതിന് 2 സർവീസും കൊടുക്കും. പിന്നെ 24/7 റോഡ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പറയും? അത് നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്തതിന് ശേഷം ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഓൺ ദ സ്പോട്ടിൽ ആ സ്ഥലത്തെത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്ന വാഹനങ്ങൾ എടുക്കുന്നു. എല്ലാ വാഹനങ്ങളും നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. എത്ര ചെക്ക് പോയിന്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് 149 പോയിന്റ്സും കാര്യങ്ങളും പാസ്സായതിനു ശേഷം മാത്രമാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത്. നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വാഹനങ്ങൾ പരിചയപ്പെടാം. ഈ ഗ്രാൻഡ് ഐറ്റന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡലാണ്. ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 47,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. 47,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ. ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഈ വേരിയന്റിൽ എന്തൊക്കെ വരുന്നത്? ഇതിന് നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS, അതുപോലെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഫ്രീ സർവീസും ഉണ്ടാവും. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്, 2 സർവീസും ഉണ്ട്. 1 ഇയർ വാറണ്ടി, 2 ഫ്രീ സർവീസ്. ഒരു ചെറിയ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതിയില്ലേ? മോഡൽ കൂടിയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 4,70,000 രൂപയാണ്. 4,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തതായിട്ട് നമുക്ക് ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡലാണ്. ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ. 66,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട്, 2025 വരെ. 25 ഒക്ടോബർ വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. ഈ സ്പോർട്സിൽ ഈ മോഡലിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിന് എയർ ബാഗ് വരുന്നുണ്ട്, ABS, അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ്, പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണെന്ന് പറഞ്ഞു. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 6 മാസത്തെ വാറണ്ടി, ഒരു ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് എന്തെങ്കിലും ഇറക്കിക്കോളൂ വണ്ടി. നമുക്ക് ഇറക്കാം. ഇത് ഹ്യുണ്ടായിയുടെ വെർണ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈ ആണ് വേരിയന്റ്, ബേസ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ. പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ ആണ്. ഡീസൽ മാനുവൽ ആണ്. ഇത് 91,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഇതില് ഈ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്,
പിന്നെ റിവേഴ്സ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഏകദേശം ഒരു 90% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. 3,90,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ലോൺ എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാം. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 85% ഒക്കെ ലോൺ കിട്ടും. അതെ. അടുത്തൊരു മാരുതിയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു വാഹനമാണ് മാരുതിയുടെ ബലേനോ. പ്രത്യേകിച്ച് ഈ ഒരു പേസിൽ വരുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡലാണ്. സിഗ്മയാണ് വേരിയന്റ് വരുന്നത്. സിഗ്മ വേരിയന്റ് ബേസ് മോഡൽ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 22,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന സെഗ്മെന്റ് അല്ലേ? ഇതിന് സിഗ്മയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് ബേസ് ആണെങ്കിലും അഡീഷണൽ റിയർ ക്യാമറ അതുപോലെ ഫോഗ് ലാമ്പ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ABS എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, ABS എയർ ബാഗ്, നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 70% കണ്ടീഷൻ ഓക്കെ ആണല്ലേ? പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇത് വാലിഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് നമ്മൾ 4,70,000 രൂപ ചോദിക്കുന്നു. 4,70,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 85% ഒക്കെ ലോൺ കിട്ടും. 85% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂലേ? അടുത്തായിട്ട് ഹുണ്ടായുടെ ചെറുവാഹനം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു വാഹനമാണ് ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡൽ വരുന്നത്. 2014. ഏത് വേരിയന്റ്? മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ ആകെ 40 അടുത്ത് ഓടിയിട്ടുള്ളൂ. 40 അടുത്ത് ഓടിയിട്ടുണ്ട്. പെട്രോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മാഗ്ന പ്ലസ് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? പവർ വിൻഡോ 2 ഡോർ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് ആണ്. സെന്റർ ലോക്ക് വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ, റിയർ ക്യാമറ, പാർക്കിംഗ് സെൻസറും ക്യാമറ ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് ഒക്കെ വാലിഡ് ആണ്. എല്ലാം വാലിഡ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,25,000 രൂപയാണ് ചോദിക്കുന്നത്. 2,25,000 രൂപ. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1,50,000 1,70,000 വരെ നമുക്ക് ലോൺ ചെയ്ത് തരാം. ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. അടുത്തായിട്ട് ഹുണ്ടൈ കമ്പനിയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ ഒന്നായിട്ടുള്ള ഇത് എലൻട്ര. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 ആണ് മോഡൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. SX ഓപ്ഷൻ ആണ് വേരിയന്റ്. SX ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 31,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. വെറും 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല വാറന്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വാഹനമല്ലേ? 1 ഇയർ വാറന്റി ഉണ്ട്. 2 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നു. 1 ഇയർ വാറന്റി, 2 ഫ്രീ സർവീസും കാര്യം കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം വേറെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഈ വാഹനം ഇങ്ങനെ സെയിൽ വെച്ചിട്ടുള്ളത്. ഈ SX ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? സൺറൂഫ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. റിയർ ക്യാമറ, അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ് വീൽസും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. കണ്ടീഷൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ? ഇൻഷുറൻസ് ഒക്കെ വാലിഡ് ആണ്. എല്ലാം വാലിഡ് ആണ്. ചോദിക്കുന്ന പ്രൈസോ? ഇതിന് ചോദിക്കുന്നത് 14,50,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവില്ലേ? കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മോഡൽ കൂടി വാഹനമായതുകൊണ്ട് മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നതെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് ഗ്രാൻഡ് ഐറ്റൻ 2015 മോഡലാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ ആണ്. 89,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 89,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത് അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്? സർവീസ് എല്ലാം ഉള്ളതാണ്. ഈ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് ഫീച്ചേഴ്സ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? അതെ, പാർക്കിംഗ് സെൻസർ എല്ലാം വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് മെയ് 2025 വരെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 3.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 3.5 ലക്ഷം രൂപ ചോദിക്കണം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് ഇറക്കാൻ പറ്റും. അതെ, 6 മാസത്തെ വാറന്റിയും ഉണ്ടാവും നമുക്ക് ഈ വണ്ടിക്ക്. 6 മാസത്തെ വാറന്റി. പിന്നെ ഫ്രീ സർവീസും കാര്യങ്ങളുണ്ടോ? ഫ്രീ സർവീസ്, ഒരു ഫ്രീ സർവീസ് ഉണ്ട്. ഒരു ഫ്രീ സർവീസ് ഉണ്ടാവും. ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി ഗ്രാൻഡ് ഐറ്ററാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ക്രെറ്റ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 ആണ് മോഡൽ വരുന്നത്. ക്രെറ്റ SX അല്ലേ വേരിയന്റ്? ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 1,11,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 1,11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഇത് SX ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് വരുമ്പോൾ സൺറൂഫ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. അലോയ്സ് വരുന്നുണ്ട്. ABS എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, റിയർ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. എടുത്തു പറയാൻ
പറയാനുള്ളത് സൺറൂഫ് അതുപോലെ തന്നെ അലോയ് വീല് പുതിയ ടയർസും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. ഇൻഷുറൻസ് അടക്കം എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ 8 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് വന്നാൽ ബാക്കി ലോൺ ചെയ്താൽ ബാലൻസ് ലോൺ ചെയ്യാലോ. അടുത്തായിട്ട് വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് 6 മാസത്തെ വാറന്റിയോട് കൂടിയിട്ട് ഒരു ചെറിയ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വാഹനമാണ് ഇത്. ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2017 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. ഏത് വേരിയന്റ് വരുന്നത്? ഇത് എറയാണ് വേരിയന്റ്. എറ വേരിയന്റ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 89,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതിൽ എറയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? പവർ വിൻഡോ 2 ഡോർ ആണ് വരുന്നത്. പിന്നെ അഡീഷണൽ റിയർ ക്യാമറ ഉണ്ട്. ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,50,000 ആണ് ചോദിക്കുന്നത്. 2,50,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൽ 50,000 ഡൗൺ പേയ്മെന്റ് കൊടുക്കുക, ബാക്കി 2 ലക്ഷം ലോൺ ചെയ്യാം. 6 മാസത്തെ വാറന്റി. 6 മാസത്തെ വാറന്റി, ഒരു ഫ്രീ സർവീസും ഉണ്ട്. 6 മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്, ഒരു ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. 30,000 രൂപ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനേ ഉള്ളൂ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വേണം. ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം അല്ലേ? പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഇപ്പോൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം, ചെറിയൊരു വാഹനം, ഒതുക്കുള്ള വാഹനം, പ്രത്യേകിച്ച് എറണാകുളം സിറ്റി പോലുള്ള സ്ഥലത്ത് കൊണ്ടു നടക്കാൻ പറ്റിയ വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷനും വരുന്നുണ്ട്. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. ഏത് വേരിയന്റ്? VXI ആണ് വരുന്നത്. VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉണ്ട്. ഒരു 20ന്റെ പൊക്കത്തോട്ട് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. 20ന്റെ പുറത്ത് മൈലേജും കാര്യങ്ങളും കിട്ടും. ഓട്ടോമാറ്റിക് ആയിട്ട് പോലും നമുക്ക് ഇത്ര മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടി? ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയൊരു ഓട്ടം മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വേറെ തട്ടമുട്ടോ റീപ്ലേസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മേജർ ക്ലെയിം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ VXI വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് പവർ വിൻഡോ 2 ഡോർ ആണ് വരുന്നത്. 2 പവർ വിൻഡോ, സെന്റർ ലോക്ക് ഉണ്ട്, ABS എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടയറിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ബാലൻസ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ തട്ടുമുട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. എല്ലാം വാലിഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് 4,75,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. ഇതിൽ നമുക്കൊരു 4,35 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2023 ആണ് മോഡൽ വരുന്നത്. ഏത് വേരിയന്റ്? ആസ്ട്ര ഫുൾ ഓപ്ഷൻ ആണ്. ആസ്ട്ര എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ്. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. ആസ്ട്ര എന്ന് പറയുന്ന ഈ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? അതിൽ ABS എയർ ബാഗ്, അതുപോലെ പാർക്കിംഗ് സെൻസർ, റിയർ ക്യാമറ, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്, കീലെസ് എൻട്രി ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. പിന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ആസ്ട്ര എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇതിന് നമ്മൾ 6,75,000 രൂപയാണ് ചോദിക്കുന്നത്. 6,70,000 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം ഒരു 90% വരെ ലോൺ കിട്ടും. ഒരു 50,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 23 മോഡലാണല്ലോ. മോഡൽ കൂടി കൊണ്ട് ഒരു 50,000 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. പിന്നെ ഈ വാഹനത്തിന് വാറന്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി കമ്പനി വാറന്റി ഉണ്ട്. 2026 വരെ വാറന്റി ഉണ്ട്. 2026 വരെ വാഹനത്തിന് വാറന്റിയും കാര്യങ്ങളുണ്ട്. അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ ഈ ഒരു മോഡൽ പുതിയത് എടുക്കാൻ പോകുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു യൂസർ വെഹിക്കിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് മോഡൽ വരുന്നത് 2016 ആണ്. 2016 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. വേരിയന്റ് ഏതാ? വേരിയന്റ് വരുന്നത് E ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഈ വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 66,000 അടുത്ത് ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നത്? ഫീച്ചേഴ്സ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, പവർ സ്റ്റിയറിംഗ് ആണ്, എയർ ബാഗ്, ABS ഒക്കെ വരുന്നുണ്ട്. ABS എയർ ബാഗ്, സെന്റർ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ ഉണ്ട്, സെൻസർ ഉണ്ട്. ക്യാമറ വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെ? 70% ഓക്കെയാണ് ടയർ. ഒരു 70% ടയേഴ്സും ഉണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 6,25,000 ആണ്. 6,25,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 85% വരെ ലോൺ. ഒരു 80% നമുക്ക് ലോൺ ചെയ്യാല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അതിന് വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇതിന് 6 മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രീ സർവീസും പറയുന്നുണ്ട്. 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ്. 2016 മോഡലാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ ടിയാഗോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് മോഡൽ 2020 ആണ് വരുന്നത്. 2020 മോഡൽ. വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ്. XZ പ്ലസ് ആണ് വേരിയന്റ്. XZ പ്ലസ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. പെട്രോൾ. മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60,000 അടുത്ത്
ഓടിയിട്ടുണ്ട്. 60,000 അടുത്ത് ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സർവീസാണ്, മേജർ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് ആണ്, എയർ ബാഗ്സ്, ABS, സെന്റർ ലോക്ക്, പിന്നെ റിയർ ക്യാമറ, പാർക്കിംഗ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ആലോയ് വീല്, ഒരു 70% ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 4,90,000 ചോദിക്കുന്നത്. 4,90,000 ചോദിക്കുന്നത്. ഒരു 4,40,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 മോഡൽ 20 ഉണ്ടല്ലോ, മോഡൽ കൂടിയതുകൊണ്ട് നമുക്ക് മാക്സിമം ലോൺ കിട്ടും. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം.